ഹലോ. ഇപ്പം നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും നമുക്ക് തരാറില്ല അല്ലേ. പിന്നെ ഇതേപോലെ എന്തെങ്കിലും തുണിയുടെ കവറുകൾ നമ്മുടെ കയ്യിൽ കരുതണം എന്നാണ് കടക്കാരും പ്രിഫർ ചെയ്യുന്നത്. അപ്പം റീസെൻ്റ്ലി എനിക്ക് ഒരു കവർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാനും കൊണ്ടു നടക്കാനൊക്കെ കുറച്ചുകൂടെ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മുടെ കുക്കി ഈ ഒരു കവർ കയ്യേറിയിട്ടുണ്ട്. കുക്കിക്ക് അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പം അവൾക്കതിലൊരു ക്രേസ് ഉള്ളതാണ്. ഓക്കെ, ഞാനത് ഒരു വിധത്തെ അവിടെ കയ്യിൽ നിന്ന് എടുത്ത് ഒന്ന് ജസ്റ്റ് അയൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിനകത്ത് നല്ലൊരു പണി കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. ഞാനത് എന്താണെന്ന് അത് എൻ്റെ പറയാം. ഞാൻ എൻ്റെ പഴയ ഒരു ടീഷർട്ടാണ് ഇവിടെ ട്രേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കവറിനും ഒരു ട്രാൻസ്പെറൻസി കൂടുതലുള്ളതുകൊണ്ട് എനിക്കിത് വരയ്ക്കാനും കുറച്ചുകൂടെ സിമ്പിളായിരുന്നു കേട്ടോ. ഈ ഒരു ടീഷർട്ടിൽ ആ ഒരു ഡ്രോയിങ് കണ്ടപ്പോഴേ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയതാണ്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു വർക്ക് ഇതിനകത്തേക്ക് കോപ്പി ചെയ്യാമെന്ന്. നമുക്കിവിടെ ആക്രിലിക് ബ്ലാക്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വേറെ എക്സ്ട്രാ പെയിൻറ്റോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് ഒരുപാട് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡയറക്റ്റ് പെയിൻറ്റ് അടിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും അടിയിലൊരു സപ്പോർട്ട് കൊടുക്കണം. കാരണം ഈ തുണി പോലത്തെ മെറ്റീരിയലൂടെ ആകുമ്പം അടിയിലേക്കുള്ള ആ ഒരു ക്ലോത്തിനും അതിൻ്റെ കളർ അബ്സോർബ് ആകാനും അതേപോലെ അത് ഒട്ടിപ്പിടിച്ച് പോകാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങുന്ന വരെ നമ്മൾ ഈ ഒരു പേപ്പർ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി ഒരു ആർട്ട് ആക്ച്വലി ഒരു ഡൂഡൽ ടൈപ്പാണ്, നമ്മൾ ഒറ്റ ലൈൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ആർട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും ഈ ഒരു പെയിൻറ്റ് കൊണ്ട് അത് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ അറിയാം കുറച്ച് റഫാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെയിൻറ്റിനെ ഇതിൽ മാനേജ് ചെയ്ത് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫിനിഷിങ് ഇതിനകത്തോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെള്ളം കൂടെ മിക്സ് ആക്കാത്തതുകൊണ്ട് പെയിൻറ്റിനും കുറച്ച് കട്ടി കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പം ഓവറോൾ ലുക്ക് വന്നപ്പം എനിക്കത് വലിയ മോശമില്ലാതെ തോന്നി. അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. താൽക്കാലികമായുള്ള ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ഇത് മതി. അങ്ങനെ ഇനി എനിക്ക് പറ്റിപ്പോയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഞാനിത് അയൺ ചെയ്യുന്ന സമയത്ത് അയൺ ബോക്സ് ഡയറക്റ്റ് ഈ കവറിലേക്കാണ് വെച്ചത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചു പോയി, ഇത് കരിഞ്ഞു പോയി. വലിയ കുഴപ്പമില്ല. എങ്കിലും നമ്മളിനി ഇത് അയൺ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലൊരു പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചൂട് വരെയും ഇതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നല്ലൊരു വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. ബൈ ബൈ.